ഹലോ എവ്രി വൺ, ഞാനിന്ന് ഫാമിലി ആയിട്ട് ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ബാർബിക്യൂ പാർട്ടിക്ക് പോവാണ് കേട്ടോ. ഇവിടെ ബാഴ്സലോണയിൽ നിന്ന് ജിറോണ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇത് ഒരു പിക്നിക് സ്പോട്ടാണ്. ഇവിടെ ഫാമിലീസും ഫ്രണ്ട്സും ആയിട്ടുള്ള ഗെറ്റ് ടുഗെദേഴ്സിനും സെലിബ്രേഷൻസിനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഇവിടെ കപ്പയും ചമ്മന്തിയും, കുറെ ചിപ്സ്, സാലഡ്, ബ്രെഡ് സ്റ്റിക്ക്, അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി സൽസാസും ഉണ്ട്. ഇത് സംഗ്രിയ, റെഡ് വൈനും ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ സ്പാനിഷ് ഡ്രിങ്ക് ആണ് കേട്ടോ. ഈ പിക്നിക് ഏരിയയിൽ പല സ്പോട്ടുകളിലായിട്ട് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടുപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാർബിക്യൂ ചെയ്യാനായിട്ട് ഇവിടെ ചൊറീസോ, ബുത്തിഫറ എന്ന് പറയുന്നത് കാത്തലങ്കാരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഷാണ്. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ മുകളിൽ ഈ ടൊമാറ്റോ പ്യൂരി സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു പാൻ കോൺ ടൊമാറ്റോ എന്ന് പറയുന്ന ഒരു ഡിഷുണ്ട്. ആ ഡിഷ് അവർ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എന്നീ മീലിൻ്റെ കൂടെയും അവർ കൺസ്യൂം ചെയ്യുന്നതാണ്. അത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ചിക്കനും ബീഫും ഒക്കെ ഇവിടെ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഫ്. അപ്പോൾ മീറ്റൊക്കെ നല്ല മീഡിയം റെയർ കുക്ക്ഡ് ആയിട്ടാണ് പുള്ളി ചെയ്യുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ വെതറായിരുന്നു കേട്ടോ. വലിയ ചൂടുമില്ല, വലിയ തണുപ്പുമില്ല, എന്നാൽ സ്പ്രിങ് ഇട്ട് കഴിഞ്ഞിട്ടുമില്ല, സമ്മർ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല. ആ ഒരു ടൈമിലാണ് ഈ ബാർബിക്യൂ പാർട്ടി ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലയാളി അസോസിയേഷൻ ഇതുപോലത്തെ കുറച്ച് ഗെറ്റ് ടുഗെദേഴ്സ് പ്ലാൻ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണാൻ കഴിയാത്തവരും, പിന്നെ തിരക്കുകൾ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റാത്തവരും, പിന്നെ അതുപോലെ തന്നെ പുതിയതായി ബാഴ്സലോണയിലേക്ക് മൂവ് ചെയ്ത ആൾക്കാർക്കൊക്കെ എല്ലാവരും പരിചയപ്പെടാനും അതുപോലെ പല ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനും അതിൻ്റെ ഒരു സുഖവും ഹാപ്പിനെസ്സും ഒക്കെ നമുക്ക് ഇതുപോലത്തെ ഗെറ്റ് ടുഗെദേഴ്സിനാണ് കിട്ടുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ നമുക്ക് തമ്മിൽ ട്രോളാനും ചളി പറയാനും നമുക്ക് മലയാളികളെ കിട്ടുന്നത് ഒരു പ്രത്യേക സന്തോഷമല്ലേ. ആരോൻ്റെ ബർത്ത്ഡേ വീക്കായിരുന്നു. ഞങ്ങൾ ജിനു ഉണ്ടാക്കിയ കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായി പാട്ടൊക്കെ പാടി അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ ഒരു പ്ലേ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്ട്രീമും ഉണ്ടായിരുന്നു. ആ ഏരിയ കുറച്ച് സേഫ് ആയതുകൊണ്ട് കുട്ടികൾ നല്ലോണം അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സംസാരം ഫുഡടിയൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് ബിനോയ് ചേട്ടനൊക്കെ ഉറങ്ങി തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ഗെറ്റ് ടുഗെദറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പതുക്കെ വീട്ടിലേക്ക് മടങ്ങി.